ഒടുവിലത്തെ പന്തിയിൽ നാം
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. യോനാ പ്രവാചകൻ കടലിൻ്റെ ആഴത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ ആഴത്തിൽ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ അവിടെ കിടന്നുകൊണ്ട് കരയുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ നിന്നോട് അയ്യം വിളിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതം, പ്രയർഫുൾനെസ്. എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതം തന്നെയുമല്ല, ആ പ്രാർത്ഥന അർത്ഥവത്താകുന്നത് എപ്പോഴാണ്? അഡ്മിറ്റൻസ്. ഞാൻ സമ്മതിക്കുന്നു, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ യോഗ്യതയില്ല. ഇപ്പോൾ നിനക്ക് എൻ്റെ നേരെ നോക്കാൻ വയ്യ. എൻ്റെ ജീവിതത്തിലെ പാപം തടസ്സമായി നിൽക്കുന്നു. എന്നെ അനുഗ്രഹിക്കുന്നതിന്, കരം നീട്ടുന്നതിന് സാധിക്കുന്നില്ല. അഡ്മിറ്റൻസ്, അഡ്മിറ്റ് ചെയ്യുകയാണ്. 3-ാമത്തെ കാര്യമാണ് നാം വായിച്ചത്. നിൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നീക്കം വന്നിരിക്കുകയാണ്, പക്ഷേ ഞാൻ നിരാശപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നീക്കം വന്നു, ദൃഷ്ടിയിൽ നീക്കം വന്നു, തളരുകയല്ല. അനേകം ദൈവമക്കൾക്ക് വരുന്ന അപകടം അതാണ്. ഏതെങ്കിലും ഒരു ക്ഷീണം വന്നാൽ, ഒരു മ്ലാനത വന്നാൽ, ഒരു പാവം വന്നാൽ, ഒരു മുഷിച്ചിൽ വന്നാൽ, അയ്യോ പോയല്ലോ. നിരാശയാണ്, നിരാശ. ദൃഷ്ടിയിൽ നീക്കം വന്നു, സമ്മതിക്കണം. ദൃഷ്ടിയിൽ നീക്കം വന്നു, ശരിയാണ് കർത്താവേ. പക്ഷേ ഞാൻ തളരുന്നില്ല, ഞാൻ നിരാശപ്പെടുന്നില്ല, ഞാൻ വാടുന്നില്ല, ഞാൻ പുറകോട്ട് വലിയുന്നില്ല. അനേകർക്ക് പറ്റുന്ന അപകടം അതാണ്. ഏതായാലും ഞാൻ തീരുമാനമൊക്കെ എടുത്തതാണ്, പക്ഷേ എന്നാ ഫലം? ഞാൻ പിന്നെയും വീണു. ഇനി ഞാൻ ഈ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എന്നെപ്പോലുള്ള ഒരാൾക്ക് ജയജീവിതം സാധിക്കില്ല. ഞാൻ എത്ര തീരുമാനം എടുത്താലും വീണില്ല. ഏതായാലും ഒരു തെറ്റിൽ വീണു, എന്നാൽ പിന്നെ തെറ്റങ്ങ് ചെയ്യാം. ഏതായാലും ഞാൻ കോപിച്ചു, എന്നാൽ പിന്നെ എല്ലായിടത്തും കോപം, പിന്നെ എന്ത് വൃത്തികേടുമാകാം. ഏതായാലും ഞാൻ ഒരു ചീത്ത പടം കണ്ടുപോയി, എന്നാൽ പിന്നെ എനിക്ക് പിന്നെയും കാണരുതോ? പ്രിയപ്പെട്ടവരെ, അനേകർക്ക് പറ്റുന്ന അപകടം അതാണ്. ഒരു തെറ്റിൽ വീണ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ട് പുറകോട്ട് വലിയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? എങ്കിലും ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആശയോടെ അങ്ങോട്ട് നോക്കുകയാണ്. എന്നെ നോക്കാൻ വയ്യ, നിനക്കെന്നെ നോക്കാൻ നിർവാഹമില്ല. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യാശയോടെ നോക്കുകയാണ്. അവിടെ ദയ മാത്രമാണ്, അവിടെ കരുണ മാത്രമാണ്, അവിടെ സ്നേഹം മാത്രമാണ്. എൻ്റെ നാഥൻ സ്നേഹം മാത്രമാണ്. യഹോവ നല്ലവനല്ലോ, അവനത് എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവനത് എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലും പ്രത്യാശ കൈവിടരുത്, വിശ്വാസം കൈവിടരുത്. ഒരു കാരണവശാലും വിശ്വാസത്തിൽ കുറവ് വരരുത്. എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഞാൻ പുറകോട്ട് മാറുകയില്ല. മുന്നോട്ട് വെച്ച കാല് ഞാൻ പുറകോട്ട് എടുക്കുകയില്ല. കലപ്പയ്ക്ക് ഞാൻ കൈവച്ചു, ഞാൻ പുറകോട്ട് നോക്കുകയില്ല. ഞാൻ ഇറങ്ങി പുറപ്പെട്ടു, അല്ല അവൻ എന്നെ പുറപ്പെടുവിച്ചു, ഞാൻ ഇനി പുറകോട്ട് നോക്കുകയില്ല. നിങ്ങൾ വലിയൊരു സത്യം കണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. വലിയൊരു സത്യം. എന്താണ് ഈ സത്യം? സത്യം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് പറയുകയാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ പറയുകയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യ വ്യക്തികളുടെ പറയുകയല്ല പോകുന്നത്. സർവ്വത്തിൻ്റെയും ഉടയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പറയുകയാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ പറയുകയെ ഞാൻ പുറപ്പെട്ടിരിക്കുന്നു, അവൻ എന്നെ വിളിച്ച് പുറപ്പെടുവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗലീല കടൽപ്പുറത്ത് നിന്ന് വിളിച്ചിറക്കിയവൻ അവൻ വിട്ടുകളയുകയില്ല. ശീമോൻ പത്രോസിന് വീഴ്ച വന്നില്ലേ? ശീമോൻ പത്രോസിനെ ദൈവം ആദ്യം കണ്ടപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞത് എന്താണ്? നീ ശീമോനാകുന്നു, നീ പത്രോസ് ആകുമെന്നാണ്. ആദ്യം കണ്ടപ്പോൾ ഒരു വലിയ വാഗ്ദത്തമാണ് കൊടുത്തത്. നീ ശീമോനാണ്, നീ ചഞ്ചല ഹൃദയമുള്ളവനാണ്, പക്ഷേ നീ ഒരു പാറയാകാൻ പോകുന്നു. നീ പാറ പോലെ ഉറപ്പുള്ളവനാകാൻ പോകുന്നു. നീ ശീമോനാകുന്നു, നീ പത്രോസ് ആകും. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശീമോന് ഇളക്കം തുടങ്ങി, ചലനം. ആ ചഞ്ചല ഹൃദയം മാറിയില്ല.
നീ ശീമോനാകുമെന്ന് പറഞ്ഞത് ചാഞ്ചല്യം മാറിയില്ല. അവന് ഇടയ്ക്കിടയ്ക്ക് ചഞ്ചലത്വം, പെട്ടെന്ന് ചാടി കോപിക്കും, പെട്ടെന്ന് ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലും അവൻ ആലോചിച്ച് പറയുകയില്ല. ചിലപ്പോൾ പറയുന്നത് വിഡ്ഢിത്തവുമാകും, പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരവുമാകും. ഒരവസരത്തിൽ അവിടെ താബോർ മലയിലേക്ക് ശീമോനെ കർത്താവ് കൊണ്ടുപോയി. താബോർ മലയിൽ, മറൂ മലയിൽ കൊണ്ടുപോയി. അവിടെ കർത്താവ് പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. തേജോമയനായ യേശു, നിത്യ തേജസ്സിൻ്റെ പ്രതീകമായ കർത്താവായ യേശു ക്രിസ്തു തേജോമയനായി തിളങ്ങുന്നവനായി നോക്കിയാൽ കണ്ണഞ്ചുന്ന വിധത്തിൽ യേശു നിൽക്കുകയാണ്. യേശുവിനോട് കൂടെ മോശയും ഏലിയാവും വന്നിരിക്കുന്നു. വാങ്ങിപ്പോയ മോശയും അങ്ങ് ഉടലോടെ അങ്ങ് ഉയരത്തേക്ക് എടുക്കപ്പെട്ട ഏലിയാവും രണ്ടുപേരും വന്നിരുന്ന് സംസാരിക്കുകയാണ്. യെരൂശലേമിൽ നടക്കാനുള്ള ആ വലിയ ക്രൂശാരോഹണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വർഗീയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധന്മാരുമായി സ്വർഗീയ രഹസ്യങ്ങൾ കർത്താധികർത്തൻ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ ശീമോനും കയറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശിമോന് ആ ആത്മാവിൻ്റെ ലഹരിയിൽ, ആ വലിയ നിർവൃതിയിൽ ശിമോൻ തോന്നി എന്താണ്? കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അവിടെ ശിമോൻ കേട്ടു ഒരു ശബ്ദം, നേരത്തെ കേട്ടതാണ്. എന്താണ് ശബ്ദം? ശിമോൻ കേട്ട ശബ്ദം എന്താണ്? നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ, 1 മോശയ്ക്കും, 1 ഏലിയാവിനും, 1 നിനക്കും. മോശയ്ക്കും ഏലിയാവിനും നിനക്കും കുടിലുണ്ടാക്കാം. ശിമോൻ അറിയാം, യേശുവിന് കുടിലുണ്ടെങ്കിൽ അവിടെ എനിക്കും പാർക്കാം, ഞങ്ങൾക്കും പാർക്കാം. ശരിയാണ്. പക്ഷേ ശിമോൻ താൻ പറയുന്നത് എന്ത് എന്നറിയാതെ പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തള്ളലിൽ, ആവേശത്തിമിർപ്പിൽ ശിമോൻ പറയുകയാണ്, നാം 3 കുടിലുണ്ടാക്കുക. ഇതാ കേൾക്കാം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ. മോശയെയും പ്രവാചകന്മാരെയും കാണരുത്, മോശയെ ഏലിയാവിനെയല്ല കാണേണ്ടത്, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവൻ നിങ്ങൾ ചെവി കൊടുപ്പീൻ എന്നുള്ള ഉയരത്തിൻ്റെ ശബ്ദം കേട്ടു. ഇന്നതാണെന്ന് പറയുന്നത് അറിയാതെ പറഞ്ഞു പോയതാണ് ശിമോൻ. ഉടനെ സ്വർഗ്ഗം ഇടപെട്ടു. എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, വളരെ അർത്ഥമുണ്ടതിന്. താബോർ മലയിൽ അങ്ങനെ ആ നിർവൃതിയിൽ മയങ്ങിയിരിക്കാനല്ല. താഴ്വരയിൽ ചന്ദ്രരോഗിയുണ്ട്, താഴ്വരയിൽ പെടയുന്ന രോഗിയുണ്ട്, താഴ്വരയിൽ വലയുന്ന ജീവിതമുണ്ട്, താഴ്വരയിൽ അവിശ്വാസമുള്ള ശിഷ്യന്മാരുണ്ട്, താഴ്വരയിൽ ഒന്നും ചെയ്യാനാവാതെ അമ്പരപ്പിൽ നിൽക്കുന്ന ശിഷ്യവൃന്ദമുണ്ട്. അവരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ചന്ദ്രരോഗിക്ക് സൗഖ്യം കൊടുക്കേണ്ടതാണ്. ആ ചന്ദ്രരോഗി, മനോരോഗം ബാധിച്ച ചെറുപ്പക്കാരൻ, അവനിങ്ങനെ പിടയ്ക്കുകയാണ്, വായിൽ നൊരയും പതയും വരികയാണ്, അവൻ വീണ് കിടന്ന് ഉരുളുകയാണ്. അവൻ്റെ അപ്പൻ അവനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് അവനിൽ നിന്ന് ഭൂതത്തെ മാറ്റുവാൻ കഴിയാതെ അവർ അമ്പരപ്പിൽ നിൽക്കുകയാണ്. താഴ്വരയിൽ പിടച്ചിലുണ്ട്, താഴ്വരയിൽ വേദനയുണ്ട്, താഴ്വരയിൽ പ്രയാസങ്ങളുണ്ട്, താഴ്വരയിൽ കഷ്ടപ്പാടുണ്ട്, താഴ്വരയിൽ രോഗത്തിൻ്റെ പീഡയുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനാണ് മോനെ നിന്നെ ആത്മാവിൻ്റെ ശക്തി അണിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് നീ ഇറങ്ങി ചെല്ലേണ്ടതാണ്. നീ മലമേലിരുന്നാൽ പോരാ, മലയിലിരുന്ന് നീ ആത്മാവിൽ അങ്ങ് സൂചിച്ച് കഴിഞ്ഞാൽ പോരാ. നീ ഒരാൾ ആത്മാവിൻ്റെ നിറവിൽ സൂചിച്ച് കഴിയാനല്ല നിനക്ക് ആത്മനിറവ് തരുന്നത്. നിനക്ക് ആത്മനിറവ് തരുന്നത് വലയുന്നവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. നാം അവിടെ ഇരിക്കും നല്ലത് നീ പറഞ്ഞത് നീ കാര്യം അറിയാതെയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായെന്നറിയാതെ, ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായ അത്യുന്നതമായ ശുശ്രൂഷ എന്തായെന്നറിയാതെ ഞാനിവിടെ ഇരുന്നാൽ മതി എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്രുതഗതിയിൽ പലതും പറഞ്ഞു. അതിന് മുൻപൊരു സംഭവം ഉണ്ടായി. യേശു പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളിലാണ് ഇത് എനിക്ക് വെളിപ്പെടുത്തിയത്. ഏത്? നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു എന്ന സത്യം. ഞാൻ ആരാണെന്നാണ് എല്ലാവരും പറയുന്നത്? ഏലിയാവാണെന്ന് ചിലർ പറയുന്നുണ്ട്, യിരെമ്യാ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, നീ വരുവാനുള്ള പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ശിവപുത്രസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. തൻ്റെ ഇടത്തോടെ പറഞ്ഞു. നല്ല ഏറ്റുപറച്ചിലാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. മനുഷ്യരാരുമല്ല, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഒരു പാറ കഷ്ണമാകുന്നു, നിൻ്റെ വിശ്വാസമാകുന്ന പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
ഈ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ എൻ്റെ സഭയെ ഞാൻ പണിയാൻ പോവുകയാണ്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത എൻ്റെ സഭയെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പണിതുയർത്താൻ പോവുകയാണ്. ശിവൻ നല്ല സന്തോഷമായി. എല്ലാവരും കേൾക്കുകയോ, ഒന്ന് പ്രശംസ കിട്ടിയില്ലേ? എല്ലാവരും കേൾക്കുകയല്ലേ ഈ ബഹുമതി കിട്ടിയത്? ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. തന്നെയല്ല, പിന്നെ അടുത്ത് വന്നതോ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്താ പറയുന്നത്? എന്തൊരു വലിയ പദവി! ശിമോനങ്ങ് നല്ല പ്രസന്നത. എല്ലാവരുടെ മുമ്പിൽ ഒരു തലയെടുപ്പ്. എല്ലാവരുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞല്ലോ, ശിമോൻ പെട്ടെന്ന് നിശ്ചലപ്പെടുന്നയാളാണ്. അല്പത്തിൽ പ്രസാദിക്കും, അല്പത്തിൽ വാടും. ഒരു കാര്യം വന്നപ്പോൾ പ്രസാദം, സന്തോഷമായി. എന്നിട്ട് അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, മക്കളെ, ഇതൊന്നും അല്ല, വലിയ പ്രശ്നം വരാൻ പോവുക. ഞാൻ യെരൂശലേമിലേക്ക് പോകും. യെരൂശലേമിൽ വെച്ച് അവരെന്നെ പിടിക്കും, മഹാപുരോഹിതന്മാരെന്നെ വിസ്തരിക്കും. അവിടെ പീലാത്തോസിൻ്റെ അടുക്കൽ വിസ്താരമൊക്കെ ഉണ്ടാകും. എനിക്ക് വലിയ പീഡകൾ നേരിടും. എന്നെ അവരടിക്കും, എന്നെ ഉപദ്രവിക്കും. മാത്രമല്ല, എന്നെ കൊല്ലും. പക്ഷേ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, എന്നെ കൊല്ലും. ശിമോൻ പത്രോസ് ചാടി പറഞ്ഞു, അയ്യോ കർത്താവ്, അത് പറ്റില്ല. നീ മരിക്കാൻ പാടില്ല. അവരാരും നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. പാടില്ല കർത്താവേ, അത് പാടില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിച്ച്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ്. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ശാസിച്ചു വെച്ചാൽ കർത്താവിനെ തർജ്ജനം ചെയ്തു തുടങ്ങി. കർത്താവേ, പറ്റില്ല, നീ അങ്ങനെ മരിക്കാൻ പാടില്ല, നീ വിസ്തരിക്കപ്പെടാൻ പാടില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, ഞങ്ങളൊന്നും സമ്മതിക്കില്ല. കർത്താവേ, നിനക്കങ്ങനെ വരാൻ പാടില്ല, നിന്നെ വിസ്തരിക്കാൻ പാടില്ല, നിന്നെ ശിക്ഷിക്കാൻ പാടില്ല, നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല, നിന്നെ പീഡിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ സമ്മതിക്കുകയില്ല. കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുതേ, നീ അതിന് വഴിപ്പെട്ട് കൊടുക്കരുതേ, നീ അതിന് താണു കൊടുക്കരുതേ. ശിമോൻ പത്രോസ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമറിയാതെ ശിമോൻ ജഡസ്നേഹം കൊണ്ട് സംസാരിക്കുകയാണ്. വെറും ജഡീക സ്നേഹം കൊണ്ട്. യേശുവിനുള്ളതായ സ്നേഹം തന്നെയാണ്, പക്ഷേ ജഡസ്നേഹമാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ്? യേശു വന്നത് മരിക്കാനാണ്, യേശു വന്നത് പീഡ ഏൽക്കാനാണ്, യേശു വന്നത് പാപികൾക്കടി ക്രൂശിൽ മരണം വരിക്കാനാണ്. അങ്ങനെ ഇരിക്കെ ആ യേശു വന്നതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിൻ്റെ തടസ്സമായി നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞത് സാത്താന്യമായ ചിന്തയാണ്, പൈശാചിക ചിന്തയാണ്. കർത്താവ് ഒട്ടും താമസിച്ചില്ല. സാത്താനെ വായിച്ചേ. അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നീ വെറും മാനുഷികമായി ചിന്തിക്കുന്നു, നീ ദൈവികമായി ചിന്തിക്കുന്നില്ല. തെല്ല് മുൻപ് ഇത് എഴുതിയിരിക്കുന്നതിന് തൊട്ട് തലേ പാരഗ്രാഫിൽ തൊട്ട് മുൻപ് ആ പേജിൻ്റെ മുകളിൽ ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയുകയാണ്. ശിമോൻ പത്രോസ് അവൻ ചഞ്ചല ഹൃദയനായിരുന്നു. നീ ശിമോനാകുന്നു, നീ പത്രോസാകും എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു. ഉപേക്ഷിച്ചോ കർത്താവ് തള്ളിക്കളഞ്ഞോ? എൻ്റെ സ്നേഹിതരെ, സ്വർഗത്തിലെ ദൈവം സ്നേഹം മാത്രമാണ്. കർത്താവ് തള്ളിക്കളയുന്നവനല്ല. ഒരിക്കലും വിളിച്ചിറക്കിയതാണോ? ഗലീല കടൽപ്പുറത്ത് നിന്ന് വിളിച്ച് പുറപ്പെടുവിച്ചതാണോ? പാവപ്പെട്ട മുക്കുവ തൊഴിലാളിയെ വിളിച്ച് വേർതിരിച്ചതാണോ? മോനെ, നിന്നെ ഈ കണ്ട കാലങ്ങളൊക്കെയും നിന്നെ നടത്തിയതാണോ? നിനക്ക് ജീവൻ്റെ വചനം തന്ന് മോളെ നിന്നെ കൊണ്ടുവന്നതാണോ? നിൻ്റെ പേർ ചൊല്ലി വിളിച്ച് നിന്നെ പുറപ്പെടുവിച്ചതാണോ? എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പുറപ്പെടുവിച്ചവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ശക്തനാണ്. ആരും പേടിക്കരുത്, ആരും ഭയപ്പെടരുത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ശിമോൻ പത്രോസ് പിന്നെ കർത്താവിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തു. എങ്കിലും കർത്താവ് ശിമോനെ താൻ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിച്ചു. ശിമോൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇവന് ഞാൻ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പാവം, ഇവൻ ഞാൻ അറിയുന്നില്ല എന്ന്. അവൻ പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങി. പുറജാതി സ്ത്രീയുടെ മുമ്പിൽ ആണയിട്ടു, സേവകരുടെ മുമ്പിൽ ആണയിട്ടു. ഇവനെ ഞാൻ അറിയില്ല, എനിക്കൊരു പരിചയമില്ലെന്നാണ് പറഞ്ഞത്. 3.5 കൊല്ലം കൂടെ നടന്ന് യേശുവിന് പരിചയമില്ല എന്ന് ഈ ശിമോൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവനെയും ദൈവം വിട്ടില്ല. ദൈവം കണ്ടതാണോ? ദൈവം വിളിച്ചതാണോ? ദൈവം വേർതിരിച്ചതാണോ?
ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പിന്നാലെ നിൽക്കുകയാണ്. ദൈവം കർത്താവായ യേശു വിസ്താരരംഗത്ത് നിൽക്കുമ്പോൾ കോഴി കൂകി. കോഴി കൂകുന്ന ശബ്ദം കേട്ടു. കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് ഉള്ളത്തിൽ നൊന്തു, ഉള്ളത്തിൽ കുത്തുകൊണ്ടു. അയ്യോ, ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറഞ്ഞല്ലോ. ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞത് അത് അക്ഷരപ്രകാരം നിറവേറിയല്ലോ. അയ്യോ, എനിക്ക് മുൻ സൂചന തന്നിട്ടും മുന്നറിയിപ്പ് തന്നിട്ടും ഞാൻ പിന്നെയും തള്ളി പറഞ്ഞു പോയല്ലോ. ശീമോൻ പുറത്തുപോയി അത് ദുഃഖത്തോടെ കരഞ്ഞു. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെ പുറപ്പെടുവിച്ച ദൈവം നിങ്ങളെ അന്ത്യത്തോളം നടത്തും. നിങ്ങൾ സംശയിക്കേണ്ട. ഹോപ്പ്ഫുൾനെസ് കൈവിടരുത്. നിങ്ങളുടെ പ്രത്യാശ കൈവിടരുത്. സ്നേഹിതരെ, ഈ ശീമോൻ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. പക്ഷേ കർത്താവ് കൈവിട്ടില്ല. പിന്നെയും തെറ്റുകൾ പിന്നെയും വന്നു. ശീമോൻ പത്രോസ് പിന്നെയും തെറ്റുപറ്റി. എന്താണ് തെറ്റുപറ്റിയത്? ശീമോൻ വേറെ 6 പേരെ കൂടി കൂട്ടിക്കൊണ്ട് അങ്ങനെ 7 പേര് കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ശീമോൻ പത്രോസ് വേറെ 6 പേരെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പഴയ പടകുമെടുത്ത് പഴയ വലയുമെടുത്ത് പഴയ തൊഴിലിലേക്ക് ഇറങ്ങിപ്പോയി. കർത്താവ് അവിടെയും കൈവിട്ടില്ല. കർത്താവ് തീബരിയാസ് കടൽക്കരയിൽ പോയി നിന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. തീബരിയാസ് കടൽക്കരയിൽ പോയി നിന്നു. പത്രോസും കൂടെയുള്ളവരും രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവിനറിയാം അവർക്കൊന്നും കിട്ടിയില്ല എന്ന്. സർവശക്തനായ ദൈവത്തിനെല്ലാം അറിയാമല്ലോ. കർത്താവ് കരയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? മക്കളെ, നിങ്ങൾക്ക് ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം. ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അട കൊണ്ടുവന്നിട്ടുണ്ട്. കനലിൽ ചൊട്ടി അട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കറി വല്ലതും നിങ്ങൾക്ക് കിട്ടിയോ? കൂട്ടുവാൻ വല്ലതുമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം യോഹന്നാൻ ശ്ലീഹാ തിരിച്ചറിഞ്ഞു. പത്രോസ് ആദ്യം സംശയിച്ചു. പത്രോസ് ആ വസ്ത്രം പെട്ടെന്ന് ചാടി ഉടുത്തു. പത്രോസ് അതിവേഗം നീന്തി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. കുഞ്ഞുങ്ങളെ എന്ന് ആ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ തകർന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നല്ലോ. ഞാൻ നിന്നെ വിട്ടു പോയിട്ടും നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. ഇങ്ങനെ വാത്സല്യത്തോടെ നീ എന്നെ വിളിക്കുന്നല്ലോ. ആ സ്നേഹത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പത്രോസ് ഓടി വരികയാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ആരും അകന്നകന്ന് മാറരുത്. നിങ്ങൾ ഓടി വരണം. ശീമോൻ പത്രോസ് ഓടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഓടി വന്ന് കർത്താവിൻ്റെ കാൽക്കലങ്ങ് വീണു. ദൈവത്തിന് സ്തോത്രം. ഒന്നും കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നും കിട്ടിയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നോക്കിയപ്പോഴുണ്ട് രാത്രി മുഴുവനും അവിടെ ആ കടലിൽ പണിയെടുത്ത് വലഞ്ഞ് ക്ഷീണിച്ച് അവശരായി വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർക്ക് അവർ ആ തണുത്ത് കുളിരണിഞ്ഞ ആ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി തീബരിയാസ് കടലിൻ്റെ കരയിൽ മീനും അപ്പവും അവൻ ചൂടോടെ ഒരുക്കി വെച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവം ഇതിലെ ഇന്ന് നീ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നീ തിരിച്ചു വന്നാൽ നിനക്ക് ആഹാരം തരാൻ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിഞ്ഞ് നിൻ്റെ ക്ഷീണം മാറ്റാൻ, നിൻ്റെ പ്രയാസം മാറ്റാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. നീ പ്രത്യാശ കൈവിടരുത്. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ് ഈ ദൈവം. നിന്നെ സ്വീകരിക്കുന്നവനാണ് ഈ ദൈവം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് പറയുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ആരും ഭയപ്പെടരുത്. ആരും പുറകോട്ട് വലിയരുത്. ആരും പുറകോട്ട് മാറരുത്. മോനെ, നിന്നെ അവൻ പുറപ്പെടുവിച്ചതാണ്. നിന്നെ അവൻ വിളിച്ചതാണ്. നിനക്കൊരു വചനം തന്നതാണ്. അവൻ നിനക്കൊരു വാഗ്ദത്തം തന്നതാണ്. നീ ശീമോനാകുന്നു, നീ പത്രോസാകുമെന്ന് പറഞ്ഞവൻ നിന്നെ പത്രോസാക്കാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ശീമോൻ പത്രോസ് വന്നപ്പോൾ യേശു പറഞ്ഞു, നീ ശീമോനാകുന്നു, നീ പത്രോസാകുമെന്ന്. അപ്പോൾ കർത്താവ് കാണുന്ന ഒരു ചിത്രമുണ്ട്. എന്ന് ഞാൻ ഭാവനയിൽ കാണട്ടെ. അപ്പോൾ കാണുന്ന ചിത്രം എന്താണ്? ദൈവത്തിന് സ്തോത്രം. പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു. മറ്റ് ശിഷ്യന്മാരെല്ലാവരും പിന്നാലെയുണ്ട്. പ്രിയപ്പെട്ടവരെ,
11 ശിമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്നു. ശിമോൻ പത്രോസ് പ്രസംഗിക്കുന്നു എന്ന് പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം. ദൈവത്തിന് സ്തോത്രം. ശിമോൻ പത്രോസ് പ്രസംഗിക്കുന്നു. പ്രധാനമായി 3 വാക്യമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ജീവനായകനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഇത്രയേ പറഞ്ഞുള്ളൂ. കൂടുതൽ വിശദമായ പ്രസംഗമല്ല, ചെറിയൊരു പ്രസംഗം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിനെ ഉപോത്ബലകമായി യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ആ വാക്യമെല്ലാം ഉദ്ധരിച്ചു. എൻ്റെ കർത്താവിന് സ്തോത്രം. ശിമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്നു പ്രസംഗിക്കുന്നത്. യേശു 3.5 വർഷം മുൻപ് ശിമോൻ അന്ന് യേശുവിന് മുമ്പ് വന്നപ്പോൾ, അന്ത്രയോസ് ശിമോനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അന്ന് യേശു ഈ കാഴ്ചയാണ് കണ്ടത് എന്ന് ഞാൻ പറയട്ടെ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് പുറകോട്ട് മാറുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ജയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ട്. നിങ്ങൾ ഭാരപ്പെട്ട് മാറുന്നുണ്ട്. എന്നാൽ കർത്താവ് കാണുന്നത് നിങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങൾ വെച്ച ആശയാണ്. നിങ്ങളെക്കുറിച്ച് ചില ആശ അവൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ അവൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കരുണയുള്ള കർത്താവിന് നിങ്ങളെക്കുറിച്ച് നല്ല പ്രതീക്ഷകളുണ്ട്. ചില ശുഭപ്രതീക്ഷകളുണ്ട്. നിങ്ങളെ ഉയർത്താമെന്ന് കർത്താവിന് ഉറപ്പുണ്ട്. നിങ്ങളെ വീണ്ടെടുക്കാമെന്ന് കർത്താവിന് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവന് നല്ല ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി ചോര ഊറ്റിയവന് അവന് ഉറപ്പാണ്. ആ തിരുരക്തം നിനക്ക് വേണ്ടി ഊറ്റി. കുഞ്ഞെ, നീ വിശ്വസിക്കൂ. അവൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് ചങ്കിൽ നിന്ന് പൊട്ടി ഒഴുകുന്നത്. തിരുരക്തം ഒരു തുള്ളി നിങ്ങളുടെ മേൽ കൊണ്ടാൽ, നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. നിങ്ങളുടെ ബാധകൾ മാറും. നിങ്ങളുടെ ശാപങ്ങൾ മാറും. നിങ്ങളുടെ കേടുകൾ മാറും. നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. ഇപ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ആവസിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. പ്രാവ് പറന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ പ്രാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി ആവസിക്കട്ടെ. സ്വർഗത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈക്കൊള്ളട്ടെ. അവൻ്റെ കുടിയിരിപ്പ് ഭവനമായി നിങ്ങൾ തീരട്ടെ. സ്വർഗത്തിൻ്റെ സ്നേഹം നിങ്ങൾ നിക്ഷേപിക്കട്ടെ. സ്വർഗീയ പ്രാവ് നിങ്ങളുടെ മേൽ പറന്നു വന്നിരിക്കട്ടെ. ആത്മാവിന് തീ നിങ്ങളുടെ മേൽ പകരട്ടെ. നിങ്ങളുടെ മേലുള്ള സകല ബാധകളും മാറട്ടെ. നിങ്ങളിൽ സകല ദോഷങ്ങളും നീങ്ങട്ടെ. സകല ബന്ധനങ്ങളും അഴിയട്ടെ. സകല രോഗങ്ങളും മാറട്ടെ. ജീവനുള്ള ദൈവം നിങ്ങളുടെ മേൽ തൻ്റെ കരം വയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങൾ ഉണരുവീൻ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. യേശുവിനോട് നിങ്ങൾ പറയുവീൻ, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. കൃപയുടെ ദൂതുകൾക്കായി സ്തോത്രം. പ്രത്യാശ തരുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.